ഇനിയുള്ള വാർത്ത ഒരു ആതുരാലയത്തെക്കുറിച്ചാണ്. കണ്ണീരുമായി വരുന്ന രോഗികളെ പുഞ്ചിരി വിടരുന്ന മുഖവുമായി തിരികെ പോകാൻ അവസരമൊരുക്കുന്ന ഒരു ആതുരാലയം. കോതമംഗലം നെല്ലിമറ്റത്ത് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ എന്ന റീഹാബിലിറ്റേഷൻ സെന്റർ കേവലമൊരു ആതുരാലയത്തിനപ്പുറം ഇവിടെ എത്തുന്നവർക്ക് ഒരു ശരണാലയം കൂടിയാണ്. വിശുദ്ധന പ്രത്യേക വാർത്ത. ബൈബിളിലെ ഒരു വചനം ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. അത്യന്തം മനോഹരമായി നാദം പുറത്തേക്കൊഴുക്കുന്ന ഒരു സംഗീതോപകരണത്തിലെ ശ്രുതിയും താളവും തമ്മിൽ ഇണചേർന്നിരിക്കുന്നത് പോലെയാണ് മനുഷ്യ ശരീരവും ജീവിതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ശ്രുതിയോ താളമോ ഏതെങ്കിലും ഒന്ന് ഒരു മാത്രയെങ്കിലും ഇടറിയാൽ ജീവിതമെന്ന നാദം നിലയ്ക്കും. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ശരീരമെന്ന താളത്തെയും ശ്രുതി എന്ന മനസ്സിനെയും മനുഷ്യർ എക്കാലവും ഒരു നിധി പോലെ കാത്തു പരിപാലിക്കുന്നത്. എന്നാൽ എത്ര തന്നെ സൂക്ഷിക്കുന്നുവോ അത്രമേൽ തന്നെ നശിച്ചു പോകാൻ നിമിഷാർത്ഥങ്ങൾ മാത്രം മതിയാകും ദേഹത്തിനും ദേഹിക്കും. സ്വയംകൃത അനർത്ഥങ്ങളോ പരകൃത അനർത്ഥങ്ങളോ എന്തുതന്നെ വന്നു ഭവിച്ചാലും ഒരു പളുങ്കുപാത്രം പോലെ നശ്വരമാണ് ഇവ രണ്ടുമെന്നത് മനപാഠമാണെങ്കിലും മറന്നു പോകുന്നവരാണ് മനുഷ്യർ. ഒരിക്കലുണ്ടാകുന്ന ഓർമ്മപ്പിശക് പിന്നീട് തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം ആഴമുള്ള മുറിവുകൾ ശരീരത്തെ ബാധിക്കുന്ന കാഴ്ചകളും ധാരാളമാണ്. എന്നാൽ ഇത്തരം മുറിവുകളെ തുന്നിച്ചേർക്കാൻ പലർക്കും കഴിയാതെ വരുമ്പോൾ, പ്രിയപ്പെട്ടവർ തന്നെ നിസ്സഹായരായി നിൽക്കുമ്പോൾ, ചലനമറ്റുപോയ ജീവിതങ്ങളെ കൈപിടിച്ചു നടത്താൻ നിയോഗമെടുത്തു വരുന്ന ചിലരുണ്ട്. നിരാലംബരിലും നിലംപരിശായവരിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഇവർക്കായി ചെയ്യുന്നത് ദൈവത്തിനായി ചെയ്യുന്നതാണെന്ന ഉറച്ച വിശ്വാസമുള്ളവർ. അനേകരിൽ ചിലർ മാത്രമായ ഇവരെ നമുക്ക് പരിചയപ്പെടാം. വെറും 3 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് മാത്രമല്ല പ്രതീക്ഷ. അതിന് മനുഷ്യജീവനോളം തന്നെ വിലയുണ്ടെന്നത് ജീവിത അനുഭവങ്ങളുള്ള ആർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കോതമംഗലം നെല്ലിമറ്റത്ത് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമൊന്നും ഇല്ലെന്ന് കാണാം. കേവലം രോഗീപരിചരണം എന്നതിലും ഒരുപാട് അപ്പുറത്താണ് പ്രതീക്ഷയുടെ പ്രവർത്തനങ്ങൾ. അപകടങ്ങൾ മൂലമോ മറ്റ് അത്യാഹിതങ്ങൾ കാരണമോ പ്രതീക്ഷയിലേക്ക് എത്തിച്ചേരുന്നവർ അനേകരാണ്. എന്നാൽ ഇവർ വന്ന പോലെ ഒരിക്കലും തിരികെ പോകാറില്ല. തീർത്തും പ്രതീക്ഷയറ്റ ശരീരവും മനസ്സുമായി എത്തുന്ന രോഗികൾ ഇവിടെ നിന്നും തിരികെ പോകുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പുതിയ ജീവിതത്തിലേക്കാണ്. ഗുരുതരമായ പരിക്കുകളേറ്റ് ശരീരം പൂർണ്ണമായോ ഭാഗികമായോ തളർന്നവരാണ് ഇവിടെ എത്തുന്നവരിൽ ഏറെയും പേർ. ഇവർക്കായി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾ ഒരുക്കി നൽകി ഇവരെ പൂർവാവസ്ഥയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ചികിത്സ നൽകുന്നത് SD കോൺഗ്രിഗേഷനിലെ ഒരു സമർപ്പിത സന്യാസിനിയാണ്. പേര് സിസ്റ്റർ ഏഞ്ചൽ കുരിക്കാട്ടിൽ. അനീറ്റ ജോൺ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. എന്നാൽ താനടങ്ങുന്ന സന്യസ്ത സമൂഹത്തിലെ നാമധേയമാണ് ഏഞ്ചൽ. വർഷങ്ങളായി 100 കണക്കിന് രോഗികൾക്ക് സേവനം നൽകാൻ ജീവിതം സമർപ്പിച്ച സിസ്റ്റർ ഏഞ്ചൽ തന്റെ അനുഭവങ്ങളെ ഇങ്ങനെ വിവരിക്കുന്നു. ഞാൻ ഒരു സിസ്റ്ററായിട്ട് ഇപ്പം 20 വർഷമാവുന്നു. പിന്നെ ഞാൻ റീഹാബിലിറ്റേഷൻ തെറപ്പി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 14 വർഷത്തോളമായി. ആദ്യമായിട്ട് സുപ്പീരിയേഴ്സ് പഠിപ്പിക്കാൻ വിട്ടപ്പം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൈവിക പ്രചോദനം പോലെ എനിക്ക് തോന്നിയേക്കുന്ന ഈ കാര്യങ്ങൾ. കാരണം തളർന്ന ശരീരങ്ങൾക്ക് ബലം നേകാനായിട്ട് എന്തോ ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്നൊരു ഉൾവിളി പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് പേഷ്യൻറ്റിനെയാണ് എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് തന്നത്. ഒരു 80 വയസ്സോളം ഉള്ളൊരു അപ്പച്ചനായിരുന്നു. പക്ഷേ എന്തോ അതിനു മുമ്പ് ഞങ്ങളെ ക്ലിനിക്സിൽ ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞിരുന്നു, ഒരു ദൈവികമായ കരത്തോടെ നമ്മൾ പേഷ്യൻറ്റിനെ സ്പർശിക്കണം, ദൈവമേ എന്നിലൂടെ നിൻ്റെ കരം ഇവരിലൂടെ പ്രകടമാക്കാനായിട്ട് അനുവദിക്കണമെന്ന് ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ഇൻഫർമേഷൻ ഞങ്ങളുടെ പ്രിൻസിപ്പൽ തന്നിരുന്നു. ഇപ്പോൾ ഫസ്റ്റിൽ ഒരു പേഷ്യൻറ്റിനെ പോയി നമ്മുടെ കൈ വെച്ച് അവരെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവമേ നീ തന്നെ അത്ഭുതം പ്രവർത്തിക്കണേ എന്നൊരു പ്രാർത്ഥനാരൂപിയോടെയാണ് ഞാൻ ഫസ്റ്റിൽ ചെയ്തത്. പക്ഷെ അത് ഇത്രയും ഒരു ദൈവാനുഗ്രഹം വർഷിക്കുന്നതാണെന്ന് എനിക്കൊരിക്കലും അന്നത്തെ കുഞ്ഞുപ്രായത്തിൽ എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. പിന്നെ അന്ന് ആ ചെയ്തു പോയ കാര്യങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യാനായിട്ടും പിന്നെ എന്തോ ദൈവിക പദ്ധതി എന്ന് പറയാം. ഇന്ന് വരെ കൈ തൊട്ടവരാരും ഒരു
നെഗറ്റീവായിട്ടുള്ള റിസൾട്ടോടെ പോയിട്ടില്ല. ഇനി ചില അനുഭവസ്ഥരിലേക്ക് വരാം. ഇവർക്ക് പറയാനുള്ളത് വെറും കഥകളല്ല, മറിച്ച് നേരിൽ കണ്ട് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്. ഇത്രയും ദിവസം കൊണ്ട് എനിക്കൊരു സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട്, പഴയതുപോലെ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടി. ഇനിയും ഇപ്പോഴും ചെറുതായിട്ട് മിസ്റ്റേക്ക് എല്ലാം വരുമ്പോഴത്തേക്ക് സിസ്റ്റർ കൂടെ നിന്ന്, നല്ല കൂടപ്പുറപ്പനെ പോലെ നിന്ന്, ചേട്ടാ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയും. മടിച്ചിരിക്കുമ്പോൾ സിസ്റ്റർ എപ്പോഴും നമ്മളെ വഴക്കല്ല പറയുന്നത്, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ നമുക്ക് പഴയതുപോലെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് തരുന്നത്. കഴിഞ്ഞ മാസം, അതായത് 2026 ഫെബ്രുവരി 7 വൈകുന്നേരമാണ് അപ്പന് സ്ട്രോക്ക് തന്നെ. ദെൻ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബെസോലിയസിലേക്കും കോതമംഗലം ബെസോലിയസിലേക്കും അവിടുന്ന് നേരെ രാജഗിരിയിലേക്കാണ് മൂവ് ഓൺ ചെയ്തത്. അവിടുന്ന് നമ്മൾ 18 ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിസ്ചാർജിങ്ങിന് 2 ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഇവിടത്തെക്കുറിച്ച് നമ്മുടെ ഒരു ചേച്ചി പറഞ്ഞറിഞ്ഞ്, അഞ്ജു എന്ന് പറഞ്ഞ ചേച്ചി ഇവിടെ മാഡത്തിനോട് നേരിട്ട് വിളിക്കുകയും സിസ്റ്ററിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മരുന്നും കാര്യങ്ങളും നമ്മൾ നോക്കണം, ഇവിടുത്തെ ഫിസിയോ A to Z ഫിസിയോയുടെ കാര്യങ്ങൾ ഇവിടുന്ന് ഓക്കെ എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഈ പ്രത്യേകിച്ച് സ്ട്രോക്കും കൂടി വന്നതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് മൂവ് ഓൺ ചെയ്തതാണ്. ഇവിടെ വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ആൾ ട്യൂബ് ഇട്ടാണ് വന്നത്. 18 രാത്രി ഒരു 10 മണിക്കാണ് ഇവിടെ വന്നത്. 19 രാത്രി നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മൂക്കിൽ നിന്ന് ട്യൂബ് വലിച്ചു വരുമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഞാൻ സിസ്റ്ററിനെ വിളിച്ചു, ഇത് എന്താ ചെയ്യുക, ആകെ വിഷയമായാലോ, എന്താ പേടിയാവണമെന്നൊക്കെ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ബ്രെഡ് വെള്ളത്തിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൊയ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളത് കഴിച്ചു. അപ്പോൾ നമുക്കിനി ട്യൂബ് പതുക്കെ കുറച്ച് ഫുഡിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് രാജഗിരിയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് മാറി ദെൻ അടുത്ത ദിവസം നടക്കുന്ന മിറാക്കിൾ പോലെയാണ് ഇത്. അത് കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ ഒരു ധൈര്യം എല്ലാം കൂടി ആയപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. പിന്നെ സിസ്റ്ററിൻ്റെ ഒരു ധൈര്യം എല്ലാം കൂടി കൂടിയിട്ടാണ് പിന്നെ പിടിച്ചിരുന്നു. പിന്നെ അപ്പൻ അടുത്ത ദിവസം തൊട്ട് ആൾ കഴിച്ചു തുടങ്ങി ഈ ബ്രെഡ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു വലിയ വിശ്വാസമായി. ദെൻ ഓരോ ദിവസവും ഡേ ബൈ ഡേ ഓരോ ഫിസിയോ ഓരോ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് ഓരോ ദിവസവും ഓരോരോ വ്യത്യാസങ്ങൾ നമുക്കിങ്ങനെ കൺമുമ്പിൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ 1 മാസം ആയപ്പോഴത്തേനും, ശരിക്കും പറഞ്ഞാൽ 1 മാസം ആയിട്ടില്ല, അതായത് ഇവിടെ എത്തി ഇപ്പോൾ 22 ദിവസം ആയിട്ടുള്ളൂ. 22 ദിവസം ആയപ്പോഴത്തേനും ഞങ്ങൾ ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് വന്ന ആൾ ഇന്ന് നമ്മളൊന്ന് കൈ കൊടുക്കുമ്പോഴത്തേനും ആൾ എണീറ്റ് നിൽക്കാറായി. പിന്നെ എന്നെ സംസാരിച്ചു തുടങ്ങി, കുറേ കാര്യങ്ങൾ ക്ലിയർ ആയി തുടങ്ങി. അതായത് ഒരു 22 ദിവസങ്ങൾക്ക് ഗ്യാപ്പിലാണ് ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നത്. അത് ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞ ഫാമിലിക്കും എല്ലാവർക്കും, എൻ്റെ ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു ഇങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടത്, എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മളിനിപ്പോൾ ഇങ്ങനെ ആളെ നമ്മൾ നോക്കിയാൽ മതി, വേറെ ആൾ നോക്കിയാൽ ശരിയാവുമോ, എനിക്കൊരു ഇൻസെക്യൂരിറ്റി, ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് ഇനി ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും ലിജ ചേച്ചി, പിന്നെ നമുക്കിപ്പോൾ കിട്ടിക്കുന്ന ബൈസ്റ്റാൻഡർ ബീച്ചേട്ടൻ, അതിന് മുമ്പ് നമുക്ക് രാഹുൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, പുള്ളി നന്നായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കെയറിങ്ങും പിന്നെ ഇവരുടെ ഫിസിയോയും എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9:30 തൊട്ട് നമുക്ക് ഫിസിയോയാണ്. അതായത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ അത് എന്നാ പറയുക, അത്രയും ആൾക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്നാ പറയുക നല്ല മാറ്റത്തിലേക്ക് വന്നു. പുള്ളി ഇവിടെ വന്ന അവസ്ഥയിൽ എന്ത് രോഗത്തെ തുടർന്ന് അല്ലെങ്കിൽ എന്ത് അവസ്ഥയെ തുടർന്നാണ്? സ്ട്രോക്ക് ആയിട്ടാണ് പുള്ളി ഇവിടെ വന്നത്. ഫുഡൊന്നും കഴിക്കത്തില്ല, ടൂ ഫീഡിങ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇവിടുന്ന് മാറ്റി, ട്യൂബെല്ലാം മാറ്റി സാധാരണ രീതിയിലോട്ട് ആളാഹാരം കഴിക്കാനും മറ്റുള്ള കുറച്ച് നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. എത്ര കാലഘട്ടം എടുത്തു? എന്നായിരുന്നു ഇദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് ഉണ്ടായത്? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എത്ര കാലഘട്ടത്തോളം? ഏകദേശം ഒരു 1.5 മാസത്തിൽ കൂടുതലായിട്ടില്ല ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന്. അവർ രാജഗിരിയിൽ നിന്നാണ് ഇവിടെ വരുന്നത്, രാജഗിരി ഹോസ്പിറ്റലായിരുന്നു, അവിടെ നേരെ ഇവിടെ വരികയായത്. ഇതെൻ്റെ മകളുടെ കൊച്ചാണ്. ഞങ്ങൾ 1 വർഷം മുമ്പ് ആണ് ഇവിടെ വന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ്, പൈനാവ് ആശുപത്രി, പല സ്ഥലങ്ങളിൽ കൂടിയും പോയി. പക്ഷേ അവിടെയൊന്നും ഇത്രയും ഒരു ഉയർന്ന രീതിയിലുള്ളൊരു ഫിസിയോതെറാപ്പി ഞങ്ങൾക്ക് കിട്ടുകയോ അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുകയോ ചെയ്തില്ല. കൊച്ച് നടക്കുകയോ പിടിച്ച് നിൽക്കുകയോ നടക്കുകയോ ഒന്നുമില്ലായിരുന്നു, കിടപ്പായിരുന്നു.
പിടിച്ചാൽ പോലും നിൽക്കില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഒരു വർഷം കൊണ്ട് കൊച്ചിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾ റെഗുലറായിട്ട് ഇവിടെ വരികയും ഈ ഫിസിയോതെറാപ്പി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആതുര സേവനമെന്ന വാക്കിനെ അന്വർത്ഥമാക്കിയ സന്യാസി വിഭാഗമാണ് സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ ആലുവയിൽ നിന്നും തുടക്കമിട്ട് ഇന്ത്യ മുഴുവനായും പടർന്നു പന്തലിച്ച സന്യാസിനി സമൂഹമാണ് ഇവർ. കോതമംഗലം നെല്ലിമറ്റത്തുള്ള SD കോൺവെന്റിന്റെ പ്രവർത്തനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് മദർ സുപ്പീരിയറായ സിസ്റ്റർ ആൻസ്ലൈൻ SD ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഞങ്ങൾ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം എന്ന് പറയും. സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് SD എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ചുണങ്ങുമേലി മഠം എന്നും പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആലുവ സൈഡിലേക്ക് ചെന്നാൽ ചുണങ്ങുമേലി സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1927 ഞങ്ങളുടെ സന്യാസ സമൂഹം ആരംഭിച്ചത്. ഇത് സെൻറ്റിനറി ഇയറാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിൻ്റെ ഇനാഗുറേഷൻ പരിപാടികളൊക്കെ നടന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ എല്ലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ എന്നുവെച്ചാൽ മുഖ്യമായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ആരുമില്ലാത്തവർക്ക്, നിരാലംബരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃദ്ധജന ശുശ്രൂഷ, മാനസിക രോഗികൾക്കുള്ള ശുശ്രൂഷകൾ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, എന്നുവെച്ചാൽ ആരുമില്ലാത്തവരുടെ അടുത്തേക്ക് തെരുവ് ഇനി മിഷൻ പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പം അവിടെയും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് ചെന്ന് റെഗുലറായിട്ട് സ്കൂളിൽ വരുന്നതിനേക്കാളും അങ്ങനെ കിട്ടാത്ത കുട്ടികളെ നമ്മൾ തന്നെ വിളിച്ചുകൂട്ടി പഠിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ എപ്പോഴും ഫോക്കസ് പാവപ്പെട്ടവരോട് കൂടിയാണ് എന്നുള്ളതാണ്. സന്യാസ സമൂഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു സമൂഹമായിട്ട് തീരുന്നത് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു ആരുമില്ലാത്ത ഒരു അപ്പാപ്പനെ വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടത്തിൽ, ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ടാണ്. കൂട്ടത്തിൽ മീൻസ് കെട്ടിടമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പരിമിതമായ സൗകര്യങ്ങളിൽ ഈ അപ്പാപ്പനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പിന്നെ ആരംഭിച്ചത്. അപ്പോൾ സ്ഥാപക പിതാവ് തന്നെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധി, അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം ഈ പാവങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അഗതികളായിട്ടുള്ളൊരു നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ളതാണ്. ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നവരിൽ നിന്നും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. ചികിത്സാ രീതികൾക്കൊപ്പം രോഗിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങളും നൽകുന്നുണ്ട്. മരുന്ന് മാത്രമല്ല, രോഗിയുടെ മനസ്സും രോഗിക്ക് ഒപ്പമുള്ളവരുടെ പരിചരണവും ഒപ്പം സിസ്റ്റർ ഏഞ്ചലിന്റെ ചികിത്സയും മുടങ്ങാത്ത രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങളോ ഒരുപക്ഷെ സ്വാഭാവിക മാറ്റങ്ങളോ ആകാം. എന്തുതന്നെയായാലും നുറുങ്ങിയ ശരീരവും തകർന്ന മനസ്സുമായി ഇവിടെ എത്തുന്നവർ തിരികെ പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നത് തകർന്നു എന്ന് തങ്ങൾ ഒരിക്കൽ കരുതിയ സ്വപ്നങ്ങളാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.